അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ പോണത് മംഗൾവാർ മാർക്കറ്റിലോട്ടാണ്. ഈ മംഗൾവാർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച മാത്രം ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റ്. ഇവിടെ ഇപ്പോൾ ഡൽഹിയിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ ഈ മാർക്കറ്റിലോട്ട് പോണത്. ഈ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. ഈ കാണുന്ന പാൻറ്റിന് 150 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടും. ഒന്നും വാങ്ങിയില്ലെങ്കിലും വെറുതെ സാധനങ്ങളുടെ വിലയെന്ന് വെച്ച് ഇങ്ങനെ റോഡിൽ കൂടെ നടക്കാനും ഒരു രസം. ഈ കുർത്തി 2 എണ്ണത്തിന് 150 രൂപ. പിന്നെ ഈ ഷർട്ടൊക്കെ 300 രൂപയ്ക്ക് 2 എണ്ണം അങ്ങനെയായിരുന്നു. അവരെല്ലാം ഇങ്ങനെ വാരിക്കൂട്ടി ഇടായിരുന്നു. നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആവും ശരിക്കും പറഞ്ഞാൽ. പിന്നെ മിഠായി കണ്ടപ്പോൾ ചക്കുവിന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. അങ്ങനെ ഏട്ടൻ ഒരു പാക്കറ്റ് നാരങ്ങ മിഠായും ചക്കു ഒരു ലോലിപോപ്പും വാങ്ങി. ഒന്നല്ല കേട്ടോ, അവളുടെ കൂട്ടുകാർക്ക് വേറെ 2 എണ്ണം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ ഈ ബലമുള്ള മിഠായൊന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ മിഠായി വാങ്ങി വീണ്ടും നടക്കാൻ തുടങ്ങി. ഈ പേഴ്സിന് ഒന്നിന് 100 രൂപയാണ് കേട്ടോ. ഈ ബോക്സൊക്കെ 10 രൂപയായിരുന്നു. പിന്നെ ഈ കാണുന്ന 3 പീസ് കുർത്തി സെറ്റിന്റെ 100 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ഡ്രസ്സിനൊക്കെ എന്ത് റേറ്റാല്ലേ. ഈ കാണുന്ന സാരിയൊക്കെ 100 രൂപ. നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാരികളൊക്കെ വാങ്ങിയിട്ട് പോകണം. ഇങ്ങനെ അംബ്രല കട്ടിങ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഏട്ടനൊരു ചെരുപ്പും വാങ്ങി ഞങ്ങൾ വീണ്ടും നടന്നു കേട്ടോ. ഇത് എല്ലാ സ്പൈസസ് ഉള്ള ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോ പാക്കറ്റിന് 10 രൂപ. അങ്ങനെ 2 പാക്കറ്റ് കുരുമുളകും 1 പാക്കറ്റ് ഏലക്കായും എടുത്തു ഞാൻ. ഈ വളകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ വളയൊന്നും ഇടാറില്ല, അതുകൊണ്ടൊന്നും വാങ്ങിയില്ല. തണുപ്പായതുകൊണ്ട് കൂടുതലും അതിനെ പറ്റിയ ഡ്രസ്സുകളായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ചക്കുനാണെങ്കിലോ ലിപ്സ്റ്റിക് പറഞ്ഞാൽ ജീവനാണ്. അച്ഛൻ എനിക്ക് ആ ലിപ്സ്റ്റിക് വേണമെന്നൊക്കെ പറയണ്ട അച്ഛൻ്റെ അടുത്ത്. പിന്നെ ഈ ഷൂസൊക്കെ 200-250 ആ ഒരു റേഞ്ച് ആയിരുന്നു. നേരത്തെ തണുപ്പിന്റെ ഡ്രസ്സുകളൊക്കെ വാങ്ങിയതുകൊണ്ട് ഞങ്ങൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ബെൽറ്റിനൊക്കെ 50 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞ് മറ്റൊരു സൈഡിലോട്ട് പോവുകയാണ് ഞങ്ങൾ. പോകുന്ന വഴിക്ക് ഒരു ഗുരുദ്വാരയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അടുത്തത് അച്ചാറായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ, അതുകൊണ്ട് വാങ്ങിയില്ല. ഈ ചെരുപ്പിനൊക്കെ 100 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ നേരത്തെ ഇതുപോലെ ഒരു ചെരുപ്പ് വാങ്ങിയതായിരുന്നു. പല വെറൈറ്റി ആയിട്ടുള്ള ചെരുപ്പുകൾ ഉണ്ടായിരുന്നു, എല്ലാം 100 രൂപ കേട്ടോ. പിന്നെ അടുത്തത് കമ്മലുകൾ. ഞാൻ ഈ തൊടുന്ന ഈ കമ്മലിന് 50 രൂപയാണ് കേട്ടോ. വാങ്ങണമെന്നുണ്ടായിരുന്നു, പിന്നെ വാങ്ങിയില്ല. പിന്നെ ഈ ടിഫൻ ബോക്സിന് 100 രൂപയായി. ചക്കു കുറെ വേണം പറഞ്ഞു. പിന്നെ അച്ഛൻ അത് പ്ലാസ്റ്റിക് ആണ്, വേണ്ട പറഞ്ഞിട്ട് പിന്നെ അത് എടുത്തില്ല. തണുപ്പ് സീസൺ കഴിയാറായതുകൊണ്ട് സെറ്ററിനൊക്കെ നല്ല വില കുറഞ്ഞത്. ഒന്നിന് 50 രൂപയായിരുന്നു കേട്ടോ. കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചുരിദാറുകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 300-350 ആ ഒരു റേഞ്ചായിരുന്നു ആ ചുരിദാറുകളൊക്കെ. ഇനിയിപ്പോൾ എന്തെല്ലാം നാട്ടിൽ പോണ സമയത്ത് എല്ലാം വാങ്ങാന്ന് കരുതി പിന്നെ ഞങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഏതെടുത്താലും 10 എന്ന് പറഞ്ഞൊരു കടയിലാണ് അടുത്തതായി കയറിയത്. ഈ വാട്ടർ കളറിനും ഈ ബോക്സിനൊക്കെ 10 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചക്കുന് കുറച്ച് വാട്ടർ കളർ സ്കെച്ച് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പിനൊക്കെ 100-150 റേഞ്ച് തന്നെ. പിന്നെ ഈ കാണുന്ന സാരി ഉണ്ട്. ഈ സാരിക്ക് വെറും 300 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഈ മാർക്കറ്റ് ഡൽഹിയിലെ നാരായണയ്ക്ക് അടുത്തായിട്ടാണ്. വരാത്തവര് ഒന്ന് വന്ന് നോക്കണം കേട്ടോ ഇങ്ങോട്ട്. അടിപൊളിയാ.